ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയനെ ദാസും രഘുവും കൂടി ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം വിനയനാണെങ്കിലും നിഷ്കളങ്ക മനസ്സോടുകൂടിയാണ് വിനയൻ സംസാരിക്കുന്നത്. അങ്ങനെ വിനയൻ പറയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, അതല്ല അന്ന് നീ അവിടെ ഉള്ളപ്പോൾ ആ ഇൻഷുറൻസ് പേപ്പർ വന്നതുപോലെ തന്നെ ഇവിടെ കന്യാശ്ശേരി മനയിലും ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാൻ കേട്ടോ. അതെന്ത് സംഭവം എന്ന് ചോദിക്കുമ്പോൾ, അതെ അവിടെ നന്ദുവിൻ്റെ പ്രേതത്തെ കണ്ടു എന്ന് പറയാൻ കേട്ടോ. നന്ദുവിൻ്റെ പ്രേതം കണ്ടു എന്ന് പറയുന്ന വിനയം പറയുന്നത്, ഒരിക്കലും അതങ്ങനെ ആവില്ല, ഇതൊരിക്കലും മരിച്ച ആൾ തിരിച്ചു വരില്ല. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്നെ സംശയിക്കുന്നതിന് തുല്യമാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ വിനയൻ മരിച്ചിരിക്കുന്നു. ആ വിനയൻ നിങ്ങളിൽ എന്നിൽ കാണാൻ നോക്കണ്ട, ഒരിക്കലും ഇനി ആ വിനയൻ തിരികെ വരില്ല. ഇത് പുതിയൊരു വിനയനാണ്. എന്തായാലും നന്ദുവിൻ്റെ പ്രേതമൊന്നും ഉണ്ടാവില്ല. ഇതാരോ ഇതിനിടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ട്, അതാരാണെന്ന് കണ്ടെത്തണമെന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടിങ്ങനെ ഇവരിങ്ങനെ വിനയനെ തന്നെ ഇങ്ങനെ സംശയത്തിൻ്റെ ആ രീതിയിൽ നിൽക്കുമ്പോൾ വിനയം പറയണേ, പിന്നെ നിങ്ങൾ എന്നെ സംശയിക്കേണ്ട, ഈ നന്ദു എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കറിയില്ല. നന്ദുവിൻ്റെ പ്രേതമായിട്ടോ ഒറിജിനൽ ആളായിട്ടോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നന്ദു എന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. മരിച്ചതിന് ശേഷം എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം അറിയുന്നത്. അതുകൊണ്ട് നന്ദു ആരെന്നോ നന്ദു എങ്ങനെയാണെന്നോ നന്ദു എങ്ങനെ ഇരിക്കുന്നെന്നോ ഒന്നും എനിക്കറിയില്ല എന്നൊക്കെ വിനയം പറയുമ്പോൾ അതിലൊരു സത്യമുണ്ട് എന്നിങ്ങനെ ഇവിടെ തോന്നുകയാണ് കേട്ടോ രഘുവിനും ദാസനും. പക്ഷെ രഘുവിൻ്റെ കണ്ണിൽ വിനയനെ ഒരു സംശയ രൂപത്തിൽ തന്നെയാണ് വിനയനെ രഘു കാണുന്നത് കേട്ടോ. ഇതേ സമയം ഇങ്ങനെ ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രനും മഞ്ചാടിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അനുപമയും ചീരൊക്കെ ഉണ്ട്. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ജീവരാജ് നിന്നോട് ഒരു ഇതിന് വന്നൂലേ, എന്നാൽ അത് ചെയ്തതിന് ശരിയായില്ല, ജീവരാജിനൊന്നും പുറത്തു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചീരു ഇങ്ങനെ ചൂടായി കൊണ്ട് സംസാരിക്കുകയാണ്. അന്ന് ഞങ്ങളും നീയും എത്ര മാനം പോയ രീതിയിലാണ് ജീവിച്ചത്, അത് നീ ആലോചിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇന്ദ്രൻ പറയണം, അതൊരു കോളേജിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, എന്നാലും കൂടിയിട്ട് എന്നൊക്കെ തന്നെ പറയുമ്പോൾ അനുഭവം പറയാണ്, അത് ആരായാലും അങ്ങനെ പറയുള്ളൂ ചിരു. നാളെ നീ ആണെങ്കിലും ഒരു നല്ല ഉയർന്ന മാർക്കിൽ ഒരാൾ വന്നിരിക്കുമ്പോൾ പ്രിൻസിപ്പാൾ ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് സംസാരിക്കാൻ വരുമ്പോൾ അവിടെ ഇവൾക്ക് തല കുനിച്ച് വെക്കാനേ പറ്റുള്ളൂ എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രൻ പറയാണ്, ഇത് വിചാരിക്കുന്നത് പോലെയൊന്നല്ല, വിനയന് ഇപ്പോൾ ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയിരിക്കുന്നത്, അവന് ആ ഒരു കമ്പനിയിലെ ജോലിക്ക് കയറാൻ അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പറയുന്ന ജീവരാജ് അന്ന് ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് ദാസങ്ങളുടെ വീട്ടിലും വന്നിരുന്നു, അവർക്ക് ഈ കേസ് പിൻവലിക്കിടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാര്യങ്ങൾ പിടികിട്ടി ചീരുവിന്. അങ്ങനെ ചീരു പറയണേ, നിങ്ങളെന്താ പറയുന്നത്, ഈ കേസ് പിൻവലിക്കാനുള്ള പണിയല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്, എന്നാൽ അത് വേണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഈ ചീരു ഇനി ഒരിക്കലും ഒരു മാറ്റം അയാളിലോട്ടില്ല, നിങ്ങളെല്ലാവരും മാറിയെന്ന് പറയുമ്പോഴും ഞാൻ അയാളെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചീരു അങ്ങ് ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ. ഇതേ സമയം അവിടെ മഞ്ചാടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ചാടിയോട് പറയണം, മോളെ നീ അവൾക്കൊപ്പം ചെല്ല്, നീ തൽക്കാലം അങ്ങോട്ടേക്ക് പോയെന്ന് പറയണ്ട. അങ്ങനെ പിന്നീട് അനുപമയും ഇന്ദ്രനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ അനുപമ പറയാണ്, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനും രഘുവേട്ടനും ഒത്തിരി തവണ പറഞ്ഞു നോക്കി വിനയനൊരു മാറ്റമുണ്ടെന്ന്, പക്ഷെ അവളത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തായാലും അതൊക്കെ ശരിയാവും, നീ ടെൻഷനാവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് രഘുവിനെയാണ് കാണിക്കുന്നത്. നല്ല പേരും മഴയാണ്. പഞ്ചരത്നത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്പിളി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ എന്താ രഘുവേട്ടാ, മോൾ ഉറങ്ങി കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, ഇല്ല ഞാനിങ്ങനെ ഓരോന്ന് ഇരുന്ന് ആലോചിച്ചതാ, എന്ത് എന്ന് ഞാനിപ്പോൾ അമ്പിളി ചോദിക്കുക. അപ്പോൾ ഉടൻ തന്നെ പറയണം, ഞാൻ മാഷിൻ്റെ കാര്യം അമ്മാവ് എവിടെയായിരിക്കും ശരിക്കും എന്നിങ്ങനെ പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്ന അമ്പിളി പറയണം, ഇതിപ്പോൾ ഞങ്ങളോടാണ് ചോദിക്കുന്നത്, ഇവിടെ രഘുവേട്ടന് നിങ്ങളെല്ലാവരും കൂടി കണ്ടെത്തേണ്ടതല്ലേ ഞങ്ങളുടെ അച്ഛനെ എന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന അമ്പിളിയോട് പറയണം, നിങ്ങളുടെ അച്ഛനെ കണ്ടെത്തായിട്ടല്ല, നിങ്ങളുടെ അച്ഛൻ വിളിച്ച വിളിപ്പുറത്ത് തന്നെ ഉണ്ടെന്ന് പറയാം, പക്ഷേ അദ്ദേഹം നമ്മളെല്ലാവരെയും കാണുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം എനിക്കിപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത്, നന്ദുവിൻ്റെ ആ വരവും ഈ ഇൻഷുറൻസ് തുകയും. അപ്പോൾ എന്താ വിനയനെയാണോ രഘുവേട്ടന് സംശയം, വിനയന് സംശയമുണ്ടെന്ന് ചോദിച്ചാൽ സംശയമുണ്ട്, എന്നാൽ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലേനു, ഇതിനിടയ്ക്ക് പിറകിൽ ആരോ കളിക്കുന്നുണ്ട്, അതാണ് എൻ്റെ ബലമായ സംശയമെന്ന് പറയുമ്പോൾ അതെനിക്കും തോന്നിയിട്ടുണ്ട്. എന്തായാലും
ആ കന്യാശ്ശേരി മനയിൽ പ്രേതപിശാചുക്കൾ ശല്യമൊന്നുമില്ല, അതാ തമ്പായിയുടെ കളിയാണ്, അതങ്ങനെയാണ് എന്നൊക്കെ അമ്പിളി പൊട്ടത്തരത്തിലൂടെ വിളിച്ച് പറയണം. അപ്പോൾ രഘുവിന് അവിടെ ഒരു സത്യമുണ്ടെന്ന് തോന്നുകയാണ്. അപ്പോൾ അമ്പിളി പറയണേ, എന്തായാലും നമ്മൾ ഇനി ഇവിടെ ഇല്ല നിൽക്കണം, നമ്മൾ ശരിക്കും അവിടെ നിൽക്കണം. ഇന്ദ്രൻ ഇന്നലെ ഇപ്പോൾ അവിടെ വന്ന് നിന്നു എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇന്ദ്രൻ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ ബുദ്ധി കുബുദ്ധിയാണ്. കാരണം ഇന്ദ്രൻ്റെ അമ്മയുടെ ബുദ്ധിക്കനുസരിച്ച് ഇന്ദ്രൻ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ഒരുപക്ഷെ സ്വത്തും മുതലും കണ്ടിട്ടായിരിക്കും നമ്മൾ പെൺമക്കൾക്കിടയിൽ തന്നെ ഇപ്പോൾ ഈ ഒരു സ്വത്തിനും മുതലിനോടുള്ള വഴക്ക് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ അത് മുതലെടുക്കാൻ നോക്കുക അമ്മയുടെ അനുസരിച്ചിട്ട്. അതുകൊണ്ട് കഴിയുന്നതും ഇന്ദ്രനെ അവിടെ നിർത്താതെ ഇരിക്കുന്നതാണ് രഘുവേട്ട നല്ലത്. നാളെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ രഘു പറയണ, അല്ലെങ്കിൽ നീ പറയുന്നത് പോലെയല്ല, ഇനി നമുക്ക് ഈ വീട് അടച്ചിടേണ്ടി വരും, നമ്മളുടെ ആവശ്യം ഇനി അവിടെയാണ്. കാരണം ഈ ഒരു പ്രേതപിശാചിൻ്റെ ശല്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോകണമെന്ന് പറയാനേട്ടാ. അങ്ങനെ അവരങ്ങ് പോകാൻ ഒരുങ്ങാണ്. എന്നാൽ ഈ സമയം സച്ചിയെയും കുടുംബത്തെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ലോറിയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളോട് അപ്പോഴും പറഞ്ഞതാണ് നേരത്തെ ഇറങ്ങാന്ന്, ഇനി വീട്ടിലെത്താൻ എത്ര നേരമാവും, ഈ കുടുംബത്തോടുള്ള ആത്മാർത്ഥത കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയുന്നത് ശരിയാണ് അച്ഛൻ, ഈ ആത്മാർത്ഥത കൂടിയത് കൊണ്ടാണ്. അപ്പോൾ ഉടൻ തന്നെ എല്ലടി അങ്ങനെ സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിലാണ് ജീവിതം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സാവിത്രിയോട് പറയണ്ട. അപ്പോഴാണ് സുശീലയുടെ ഫോൺ കോൾ വരുന്നത്. നിങ്ങൾ വീട്ടിലെത്തിയോന്ന് ചോദിക്കണേ. ഇല്ല, രാവിലെ ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ നമുക്ക് കുടുംബജോത്സ്യനെ കാണാൻ പോകണ്ടേ എന്നിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുടുംബജോത്സ്യനെ കാണാൻ പോകണം. സുശീല ഒരു പണി ചെയ്യും, ജോത്സ്യൻ്റെ അടുത്തോട്ട് 8 മണിയാകുമ്പോഴത്തേനും അവിടേക്ക് എത്താൻ നോക്ക്, ഞങ്ങൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്താമെന്ന് പറയും കേട്ടോ. എന്നാൽ ഈ സമയം സുശീല ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണേ. പിന്നീടാണെങ്കിലും ദയാണ് കാണിക്കുന്നത്. ദയ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ കാണാൻ നല്ല ഇരുട്ടും അതുപോലെ തന്നെ ഒരു ജനലിങ്ങനെ വന്ന് അടക്കുന്ന ഒരു സൗണ്ടും ഒരു കിളികളുടെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ദയ പതുക്കെ ഉറക്കത്തിൽ നിന്നിങ്ങനെ എണീറ്റ് തുടങ്ങുമ്പോൾ അവിടെ കാണാൻ ഒരു ജനലിങ്ങനെ തുറക്കുന്നു അത് കാണുന്ന ദയക്ക് പേടിയാവാണ്. അങ്ങനെ ദയ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ കാണാൻ നന്ദുവിനെ കാണുന്നതിനോട് കൂടി ദയക്ക് ശബ്ദം കിട്ടുന്നില്ല, ദയക്ക് അലറാൻ കഴിയുന്നില്ല. ദയ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അനുപമ എണീക്കുകയാണ്. അങ്ങനെ അനുപമയെ അവിടെ ഒരു നിഴല് കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം എങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ കരയാണ്. അപ്പോഴേക്കും അവിടെ ചിരിവും മഞ്ചാടിയൊക്കെ ഓടിയെത്തണം. എന്താന്ന് ചോദിക്കുകയാണ്, ലൈറ്റ് ഇടാണ്. അപ്പോൾ തന്നെ അവിടെ അനുപമ പറയണം, അവിടെ ഞാനും എന്തോന്ന് കണ്ടതുപോലെ എനിക്കും തോന്നി, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അനുപമ ആ ജനലടക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇന്ദ്രട്ട എന്ന് പറഞ്ഞിട്ട് അനുപമ ഉറക്കി വിളിക്കുകയാണ്. അപ്പോൾ എന്താന്ന് ചോദിച്ച് ഇന്ദ്രൻ എണീറ്റ് വരികയാണ്. അതെ, പുറത്ത് ആരും ഉള്ളതുപോലെ തോന്നുന്നു, ഇവള് ദയ പറയുന്ന നന്ദുവാണെന്ന്, പക്ഷേ ഞാനൊരു നെതല് കണ്ടു എന്ന് പറയണേ. അങ്ങനെ ഇന്ദ്രൻ ടോർച്ച് എടുത്ത് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ കാണാം തമ്പായി കുറച്ച് അപ്പുറത്തു കൂടെ നടന്നു പോകുന്നത് കാണാനിട്ട്. അത് കാണുന്നതിനോടുകൂടി ഇന്ദ്രൻ്റെ ഉള്ളിൽ പല ചോദ്യങ്ങളും വരികയാണ്. അപ്പോൾ ഈ സമയം തമ്പായിയുടെ മുഖത്തോട്ട് ടോർച്ച് അടിക്കുമ്പോൾ തമ്പായി പറയണേ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ മനയിൽ പ്രേതപിശാചുക്കളുടെ ശല്യമുണ്ടെന്ന്, അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തമ്പായിയുടെ മുഖത്തടിച്ച് ഇന്ദ്രൻ ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാണ് ആ സമയത്ത് നടക്കുന്നത്, അങ്ങനെ പിശാചുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങളെന്തിനാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തമ്പായി ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ ചോദ്യം കേട്ടാൽ തമ്പായി പറയണേ, അതെ എനിക്ക് ചെറിയൊരു വിളി വന്നതുപോലെ എനിക്ക് തോന്നി. കാരണം ഇവിടെ ഇവിടെ പ്രേതപിശാചിൻ്റെ ശല്യം കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ അവനെ തളച്ചു കെട്ടാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇനി തളച്ചു കെട്ടാൻ കഴിയില്ല, കാരണം നിങ്ങളെല്ലാവരും പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ അവനെ പിടിക്കപ്പെടാൻ കഴിയില്ല എന്ന് പറയട്ടെ. അപ്പോഴാണ് ദയ വരുന്നത്. ദയെ കാണുന്നത് അമ്മായി പറയണേ, ഇവിടെ ഒറ്റൊരുത്തി കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്, ഈ മനയിലെ ഒരു പ്രേതത്തിൻ്റെ പിശാചിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തമ്പായി വിളിച്ച വിളിപ്പുറത്ത് വരുന്ന എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എനിക്കിപ്പോൾ പിടിച്ചാൽ കിട്ടുന്ന പോലുമില്ല. അതിന് കാരണക്കാരി ഇവളാണ്. ഒന്നെങ്കിൽ ഇവളുടെ വീട്ടിലോട്ട് പോവുക, അല്ലെങ്കിൽ ഈ മന വിട്ടിട്ട് തന്നെ പോവുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അകത്തിരിക്കുക എന്നൊക്കെ ഇങ്ങനെ തമ്പായി ഇങ്ങനെ പറയുമ്പോൾ ദയ വല്ലാതെ പേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ദയെ പേടിപ്പെടുത്തുന്ന ആ രീതിയിലുള്ള സംസാരമാണ് തമ്പായി സംസാരിക്കുന്നത്. ഇതേ സമയം ദാസും രഘുവും കൂടി ഈ ഇൻഷുറൻസ് കമ്പനിയിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ദാസ് പറയുന്നുണ്ട്, ഇവിടെ എനിക്കൊരു ഇൻഷുറൻസ് ഉണ്ട്, ആ ഒരു പേര് വെച്ച് നമുക്ക് അന്വേഷണം തുടരാമെന്നൊക്കെ പറയുമ്പോഴായിട്ട് വിനയനെ കണ്ട ആ വ്യക്തി ഇറങ്ങി വരുന്നത്. എന്നാൽ അയാളെയാണെങ്കിൽ ദാസിനും അറിയാം. അങ്ങനെ അയാളോട് ചോദിക്കുകയാണ്, എനിക്കൊരു ഇൻഷുറൻസിനെ കുറിച്ച് അറിയാനുണ്ട്, അതിനെന്താ നീ ഡ്യൂട്ടി ടൈമാണ്, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ വരുമോ അകത്തോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വിളിച്ചു കൊണ്ടുപോവാണ്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ ഇങ്ങനെ നന്ദുവിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് ചോദിക്കാൻ കേട്ടോ.
അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയണേ ഇവിടെ വേറൊരാളും വന്നിരുന്നു, നന്ദുവിൻ്റെ ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ദയയുടെ ബ്രദറാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ എന്താ അവൻ്റെ പേരെന്ന് എങ്ങനെ ദാസ് ചോദിക്കാം. അപ്പോൾ ഉടൻ തന്നെ പറയണ പേര് എന്ന് പറഞ്ഞിട്ട് വിനയനാണോ എന്നിങ്ങനെ രഘു ചോദിച്ചുകൊടുത്തതിന് അത് തന്നെ എന്ന് പറയട്ടോ. എന്നിട്ട് അവൻ എന്താ ചോദിച്ചതെന്ന് രഘു ചോദിക്കണം. അപ്പോൾ തന്നെ അവനിങ്ങനെ ഈ ഇൻഷുറൻസ് എങ്ങനെയാണ് വന്നത്, ആരാണ് ഇപ്പോൾ ഇത് തന്നത് എന്നൊക്കെയുള്ള ചോദ്യമാണ്. എന്തായാലും ഇത് ഏജൻ്റാണിത് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ശരിക്കും ദയ എന്ന് പറയുന്ന വ്യക്തിയെ വിനയം കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് കേൾക്കുന്ന രഘു അറിയില്ല, അതൊന്നും ഇല്ല, അതൊക്കെ പച്ചക്കള്ളങ്ങളാണെന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സംശയം. അതുകൊണ്ട് ഞാനും ഇത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏജൻറ്റിൻ്റെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ വിനയന് കൊടുത്തിട്ടുണ്ട് ഞാനെന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ദാസ് അവിടെ പറയാം, വിനയന് കൊടുത്തെങ്കിൽ എന്നാൽ ഞങ്ങൾ അവൻ്റെ അടുത്ത് നിന്ന് മേടിച്ചോളാം, ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തൊക്കെ എന്ന് പറയുമ്പോൾ രഘുവിന് അതൊരു ഡൗട്ടാണ്. രഘു പറയണേ നമുക്ക് വിനയനിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ ഇവിടെ നിന്നും മേടിച്ചാൽ പോരെ. അപ്പോൾ ദാസ് പുറത്തിറങ്ങിയിട്ട് പറയാണ് അത് വേണ്ട, അവർക്കൊരു സംശയം ഉണ്ടാക്കരുത്, കാരണം ഇതൊരു വിവാദമായി കഴിഞ്ഞാൽ നമ്മുടെ ദയയുടെ ജീവിതമാണ് തകരുക, അതെല്ലാവരും ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിൽ ഈ തമ്പായി ഇങ്ങനെ ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചല്ലോ. അപ്പോൾ ഒരു ഇങ്ങനെ അനുപമയോട് ചിരുവിനോടൊക്കെ പറയണേ നിങ്ങൾ അകത്തോട്ട് കയറിപ്പോയിക്കോ, ഇവിടെ പേടിക്കാനൊന്നുമില്ല, അയാൾ പറയുന്നതൊക്കെയാണ് പറയട്ടെ എന്ന് പറയണേ. പിന്നീട് ഇന്ദ്രനാണെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ തമ്പായിയെ കാണാനില്ല. അപ്പോൾ ഇയാൾ ഇത്ര പെട്ടെന്ന് അപ്രതീക്ഷിതമായത് എങ്ങോട്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ വിനയനിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. സോറി കേട്ടോ, ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ താഴത്തോട്ടൊക്കെ ഇറങ്ങി വന്നിട്ടും അയാളെ കാണുന്നില്ല. അപ്പോൾ ഇന്ദ്രൻ്റെ മനസ്സിൽ ഓരോ ദുരൂഹതകൾ കയറിക്കൂടുകയാണ്. പിന്നീട് അകത്തോട്ടാണ് കയറുമ്പോൾ ആ ഉമ്മറത്തെ ഡോർ അങ്ങ് അടയുകയാണ് കേട്ടോ. അങ്ങനെ ഒരു സീൻ അതിലുണ്ടാവുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ദാസ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നത്. ഇതേ സമയം ഇങ്ങനെ ദയയെ തന്നെയാണ് കാണിക്കുന്നത്. ദയ ഇങ്ങനെ പനിച്ച് വിറച്ച് കിടക്കുകയാണ്. അമ്പിളിയാണെങ്കിൽ കുളി കഴിഞ്ഞ് വരുമ്പോൾ ലീല ഇങ്ങനെ പുറത്തും ഇങ്ങനെ തേങ്ങ വിളിക്കുന്നുണ്ട്. അപ്പോൾ ലീലയോട് ചോദിക്കുകയാണ് ഈ മനയിൽ ഇങ്ങനെ പ്രേതപിശാചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. നിങ്ങൾ വരുന്നത് വരെ അങ്ങനെ ഒരു പ്രേതപിശാചി ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം നിങ്ങൾ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ശല്യം തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അനുപമയോട്. അപ്പോൾ ഉടൻ തന്നെ ഞാനും പറഞ്ഞു അവളുടെ തോന്നലാണെന്ന്, കാരണം അവൾക്ക് ദൈവവിശ്വാസം കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ദൈവവിശ്വാസിയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അച്ഛൻ്റെ മക്കളുടെ ഏറ്റവും ദൈവവിശ്വാസം കുറഞ്ഞ വ്യക്തി അവളാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് എന്ന് പറയണേ കേട്ടോ. അപ്പോൾ കാണാൻ മഞ്ചാടി വിളിക്കുന്ന കേട്ടോ, ചേച്ചി ഓടിവാ, ചേച്ചി ഓടിവാ എന്നുള്ള ആ വിളി വെക്കുന്നുണ്ട്. അപ്പോൾ ചീരുവും പുറത്ത് വന്നിട്ടുണ്ട്. ചീരു വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അനുചേച്ചി ദേഹക്ക് നല്ല പനിയാണ്, നല്ല കൂടുതലാണ്, അവളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് മഞ്ചാടിയുടെ കരച്ചിൽ കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, അവിടെ ഇട്ടിട്ട് അവർ ഓടിപ്പോവാണ്. പിന്നീട് അവർ ഓടിപ്പോകുമ്പോൾ എന്താന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേഹക്ക് ഫിക്സ് വന്നിട്ടുണ്ട്, ദേഹം ഇങ്ങനെ നിർത്തോതെ ഇതാവുകയാണ്. അപ്പോഴേക്കും ചീരു പറയണം അനുചേച്ചി ദേഹ പൊന്തിക്ക് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം, നമുക്ക് എങ്ങനെയെങ്കിലും ദേഹിച്ച് കൊണ്ടുപോകാൻ നോക്കുക എന്നൊക്കെ അനുപമയും ചീരും മഞ്ചാടിയൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ലീല എന്ത് ചെയ്യുന്നത്, അവിടെ ഇരിക്കുന്ന ഒരു താക്കോൽക്കൂട്ട എടുത്തിട്ട് അറയിൽ കയ്യിലങ്ങ് കൊടുക്കണം കേട്ടോ. അതോടുകൂടി ആ ഫിക്സ് നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ലീല പറയുന്നുണ്ട് ഇവിടെ തമ്പായി ഉണ്ട്, തമ്പായിയെ കാണിച്ചാൽ മതി, ദയയുടെ പനി പെട്ടെന്ന് മാറും എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ചീരി പറയുന്നുണ്ട് ഇന്നലെ തമ്പായിയുടെ ചരട് കെട്ടിയിട്ടാണല്ലോ നന്ദുവിനെ കാണില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നന്ദുവിനെ കണ്ടത്, അപ്പോൾ നിങ്ങളുടെ ആ വിശ്വാസമൊക്കെ നിർത്തിയേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലീല എടുത്തുടൻ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഏലസ് കെട്ടാത്തത് കൊണ്ടാണ്, ആ കുട്ടിയുടെ അരയിൽ അത് ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലീല അത് പറയുകയും ചെയ്തല്ലോ. ഇതേ സമയം നിങ്ങൾ ഇങ്ങനെ നിൽക്കാതെ പോയിട്ട് ഒരു വണ്ടി വിളിക്കുമെന്ന് പറയുന്ന സമയത്ത് ദയയുടെ കാലിൻ്റെ ചുവട്ടിൽ കാണാം ഈ ചിരട് കിടക്കുന്ന കേട്ടോ. അത് കണ്ടോടുന്നുണ്ട്, ഇത് കണ്ടില്ല, തമ്പായുടെ ചിരട് കെട്ടാത്തത് കൊണ്ടാണ്, ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ എന്താ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്താ വണ്ടി വിളിക്കാനല്ലേ, നിങ്ങൾ പോയി വണ്ടി വിളിക്കുമെന്ന് പറയട്ടോ. അങ്ങനെ ഇവർ വണ്ടി വിളിക്കാനും അങ്ങ് പോവുകയും ചെയ്യാണ്. എന്നാൽ ഈ സമയം സുഷീലയും സച്ചിയും കൂടിയിട്ട് ഈ ജോത്സ്യനെ അടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ജോത്സ്യനോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മകൻ്റെ കല്യാണം നീട്ടിവെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജോത്സ്യൻ പറയാണ് ഇവളുടെ ഭർത്താവാകാൻ പോകുന്ന സത്യൻ്റെ ജാതകം അത്രയും നല്ല ജാതകമാണ്, അവന് എന്തായാലും ഭാര്യ നിലനിൽക്കുമെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ജാതകമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സത്യൻ്റെ ജാതകം നല്ല സ്ട്രോങ് ആണ്, ഇന്ദുവിൻ്റെ ജീവിതത്തിൽ എന്തും മറികടന്ന് പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുഷീലയ്ക്ക് അഹങ്കാരം കൂടുക. അപ്പോൾ സച്ചിക്കും സാവിത്രിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അവർ തല താഴ്ത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സുശീല
ഈ ഒരു അഹംഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ തന്നെ സച്ചി ചോദിക്കുകയാണ്, അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് ജ്യോത്സ്യൻ? ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടല്ലോ, അതിനിടയ്ക്ക് ഇങ്ങനെ വിവാഹം നടത്തുമെന്ന് പറയുന്നത് അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തായാലും ഇപ്പം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ, ജാതകത്തിന് ദോഷമുള്ള കുട്ടിയാണെങ്കിൽ നടത്തിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നടത്താം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ ദക്ഷിണയൊക്കെ കൊടുത്ത് പോവുകയാണ്. പിന്നീടാണെങ്കിൽ ഈ ലീല വണ്ടി വിളിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ചീരി ഇങ്ങനെ പറയുന്നുണ്ട്, ഇതേടെ മോനും നല്ല പനി വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചീരി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ആരെ കൊണ്ടുപോവുക, നീ കൊണ്ടുപോവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചീരി പറയും, ഞാൻ കൊണ്ടുപോയിക്കോളാം മോളെ, എന്നെക്കൊണ്ട് കഴിയുമോ? അതൊന്നും കുഴപ്പമില്ല, ഞാനും മഞ്ചാടിയും കൂടി ദയെ കൊണ്ടുപോയിക്കോളാം, ചേച്ചി മക്കളെ നോക്കി ഇവിടെ നിന്നോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം ഇങ്ങനെ ചിരു ദയ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ലീലേച്ചി കുഞ്ഞിനെ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ലീലയുടെ കയ്യിൽ ദയയുടെ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. പിന്നീട് പതുക്കെ ഇങ്ങനെ ദയ തോളിലിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് വിനയൻ ഇങ്ങനെ വരുന്നത് കേട്ടോ. വിനയനെ കാണുന്ന ചിരു ആകെ ഞെട്ടിപ്പോണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി എന്ന് തന്നെ പറയാം. വിനയനെ കാണുമ്പോൾ ചിരു ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. എന്നാൽ മറ്റുള്ളവർക്കൊക്കെ വിനയനെ കാണുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ വിനയൻ ബൈക്ക് നിർത്തിയിട്ട്, എന്താ ദയക്ക് പറ്റിയത്? ദയക്ക് എന്താ പറ്റിയത്? ദയേ എനിക്ക് ദയെ കണ്ണു തുറക്ക്, ദയെ കണ്ണു തുറക്ക് എന്നൊക്കെ പറഞ്ഞ് പല തവണകളായി വിളിക്കുമ്പോൾ ദയ ഇങ്ങനെ പതുക്കെ കണ്ണു തുറക്കുമ്പോൾ ദയയുടെ മുന്നിലാണെങ്കിലോ നന്ദു വന്ന് നിൽക്കുന്നതായി തോന്നുകയാണ്. ദയ നീ എന്തിനാ കണ്ണടിച്ചിരിക്കുന്നത് എന്ന് നന്ദു പറയുന്നു. അത് കേൾക്കുന്ന ദയ ആകെ പേടിച്ച് വരച്ച് വീണ്ടും ദയയുടെ ബോധം പോവാണ്. പിന്നീട് ദയ തലതെറ്റി താഴെ വീഴും കേട്ടോ. ഇതേ സമയം ചിരുനങ്ങ് ദേഷ്യം പിടിക്കണം. അങ്ങനെ ചിരു എങ്ങനെയൊക്കെ ദയ എടുക്കാൻ നോക്കുമ്പോൾ ദയ എടുക്കാൻ കഴിയുന്നില്ല. ദയ വീണ്ടും വീണ്ടും തളർന്നു വീഴുകയാണ്. അത് കാണുന്ന വിനയം പറയുന്നുണ്ട്, ഞാൻ തൊടാന്ന് പറയുമ്പോൾ ചിരു പറയുന്നത്, എൻ്റെ പെങ്ങളെ നിങ്ങൾ തൊട്ട് പോകരുത്, എൻ്റെ അനിയത്തെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് ചിരു ഭയങ്കര ദേഷ്യപ്പെടുക. അപ്പോൾ വിനയന് വീണ്ടും എടുക്കാൻ വരുമ്പോൾ ദയെ തൊടാൻ സമ്മതിക്കുന്നില്ല. ഇത് കാണുന്ന വിനയനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് വിനയൻ ചിരുവിനോട് പറയണം, ഒന്നങ്ങ് മാറി നിന്ന്, ഞാനൊരാണാണ്, ഏതൊരു മനുഷ്യനെയും റോഡിലൊരു അപകടനിലയിൽ കിടക്കുന്നത് കാണുമ്പോൾ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അത് ഏതൊരു പെണ്ണിനും ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ട് ഞാനിത് റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുന്നു എന്ന് കരുതിയിട്ട് ഞാൻ ദയ എടുത്തോളാം, ഞാനൊരു ആണാണെന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈകളിൽ കോരിയെടുത്ത് മഞ്ചടി ആ ഡോറ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ദയ വണ്ടിയിലോട്ട് കയറ്റാണ് കേട്ടോ. ഇതേ സമയം ചിരു പോകാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അനുഭവം പറയുന്നത്, ചിരുമോളെ നീ പോവാന്ന് പറഞ്ഞിട്ട് ഇനി പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ചിരു പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് കയറണ്ട. അങ്ങനെ ചിരുവിൻ്റെ കൂടെ അങ്ങനെ വിനയൻ ഫ്രണ്ടിലും കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ചീരു ഇനി വിനയൻ്റെ നിരപരാധിത്വം അറിയാൻ പോവാണ്. വിനയനിലൂടെ തന്നെ ഇനി സത്യങ്ങൾ തിരിച്ചറിയാൻ പോവാണ് കേട്ടോ. അങ്ങനെ അവരങ്ങ് പോവുകയും ചെയ്തു. അനുപമയുടെ കയ്യിലല്ലല്ലോ കുഞ്ഞ്, ഇങ്ങനെ ദയയുടെ കുഞ്ഞ് ഈ ലീലേച്ചിയുടെ കൈകളിലല്ലേ. അപ്പോൾ പെട്ടെന്ന് കാണാൻ ചീരുവിൻ്റെ മക്കൾ കരയുന്നത്. അതുകൊണ്ട് തന്നെ അനുപമ ഓടിപ്പോവാണ്. അപ്പൂട്ടന് എന്തെങ്കിലും പാൽ എന്തെങ്കിലും തിളപ്പിക്ക് ലീലേച്ചി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങനെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരെന്തൊക്കെയും മനസ്സിൽ കുറിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ മുകളിലത്തെ നിലയിലോട്ട് നോക്കിയിട്ട് അയാളെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീലാണ്. അപ്പോൾ ഇതെന്തായാലും തമ്പായി കളിക്കുന്ന കളിയാണ്. തമ്പായിയുടെ ഉപാസനാമൂർത്തികളാണ് ഈ പണികളൊക്കെ ഒപ്പിക്കുന്നത്. അപ്പോൾ അതെന്തായാലും പുറത്തു വരികയാണ്. അത് വിനയൻ തന്നെയാണ് തെളിയിക്കാൻ പോകുന്നത്. പിന്നീട് ഇന്ദ്രൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ്. അത് ശബരിയോടാണ് പറയുന്നത്. ശബരി നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങളാണ് ആ മനയിൽ. എന്തായാലും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ദയയാണ്, ദയയും കുഞ്ഞിനെയാണ്. അതുകൊണ്ട് നീ ഒന്ന് അവിടെ പോകണമെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന ദയയെക്കുറിച്ച് പറയുമ്പോൾ ശബരിക്ക് ഒരുപാട് സങ്കടമാവാണ്. അങ്ങനെ ഇന്ദ്രൻ പറയുന്നുണ്ട്, അനന്തമാഷ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചിരുന്നു, എന്നോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. ഇത് കേട്ട ശബരി പറയണേ, എൻ്റെ അച്ഛനും വിളിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ദയയെ കാണാൻ പോയതെന്ന് പറയണ്ട. അപ്പോൾ എന്തായാലും ഇനി ശബരിയും ആ മനയിൽ എത്തണം. എന്തായാലും 5 ആണുങ്ങളും കൂടി തമ്പായിയുടെ മുഖംമൂടി വലിച്ചൂരുമ്പോഴാണ് ഇനി മാഷിൻ്റെ കയറി വരവ് കേട്ടോ.